ഹലോ ഗായ്സ്, വെൽക്കം ടു ബേത്തു ഡയറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ സ്കിൻ കെയർ വീഡിയോൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 നമ്മൾ ചാനലിൽ ഓൾറെഡി മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് പോയി കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. കാരണം അതിൻ്റെ ഒരു പാർട്ട് 2 പോലെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മൾ ആ വീഡിയോക്ക് അറൗണ്ട് 37K വ്യൂസ് കിട്ടി. ഒരുപാട് സന്തോഷം, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിരിക്കും. നമ്മൾ ആക്നെ ജേർണിയും സൺസ്ക്രീനെ കുറിച്ചൊക്കെ ആയിരിക്കും ഈ വീഡിയോ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എന്തായാലും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മൾ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് തന്നെ തുടങ്ങാം. ഇപ്പം ഞാൻ മാത്രമല്ല, നിങ്ങളും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇത്. ഞാനത് പറയുമ്പോൾ പലർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ട്രെൻഡ് ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല പല ട്രെൻഡ്സ് കാണും. അതായത് ഒരേ പ്രൊഡക്റ്റിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ കാണും, നല്ല പോസിറ്റീവ് പറഞ്ഞിട്ടുള്ള വീഡിയോസ്. അതായിരിക്കും ആ ഒരു സമയത്ത് ട്രെൻഡ്. അപ്പം നമുക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. കാരണം നമ്മൾ ആ ഒരു വീഡിയോന്ന് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. കാരണം ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അതായത് ഭയങ്കര ആക്നെ ആണ്, ഭയങ്കര സ്കാർസ് ആണ്, ഭയങ്കര പിഗ്മെൻറ്റേഷൻ ആണ്, അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കരത്തിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് റിസൾട്ട് കാണാൻ തുടങ്ങിയെന്ന് അവർ പറഞ്ഞാൽ നമുക്കും ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഈവൻ ഞാൻ കുറേ പ്രോഡക്റ്റ്സ് ഇതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് മാറും. അതായത് ഒരു ട്രെൻഡ് കുറേ കാലമൊന്നും നിൽക്കില്ല. അപ്പോൾ ഒരു പ്രൊഡക്റ്റാണ് ഒരു സമയത്ത് ട്രെൻഡിങ് എങ്കിൽ അടുത്തൊരാഴ്ച കഴിയുമ്പോഴേക്ക് വേറൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ആ പ്രൊഡക്ട്സ് മാറി യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. നമ്മളെ മുഖത്തിലേക്ക് നമ്മൾ പോലും അറിയാണ്ട് ട്രെൻഡ് കാരണം ഓരോരോ എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്. പക്ഷേ എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ കൂടി നമുക്ക് ഇതേപോലെ ഒരാഴ്ചക്കുള്ളിൽ പ്രൊഡക്റ്റ് മാറ്റി യൂസ് ചെയ്താൽ നമ്മുടെ മുഖത്തേക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അതിപ്പോൾ നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലും ചീത്ത പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, അത് വേറെ കാര്യം. അല്ലാണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് അത്ര പെട്ടെന്നൊന്നും നമുക്ക് റിസൾട്ട് കാണൂല. അപ്പോൾ എന്താ ഉണ്ടാവില്ല, പ്രൊഡക്ട്സ് നമ്മൾ മുഖത്ത് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ മുഖം ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുകയും നമ്മളെ മുഖം ഭയങ്കര ഡാമേജ് ആവാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് നിർത്തുക. കാരണം ട്രെൻഡിനനുസരിച്ച് പോവാണ്ട് നിൽക്കുക. നിങ്ങളെ സ്കിന്നിന് നിങ്ങൾക്ക് എന്താണോ ചേരുന്നതെന്ന് തോന്നുന്നത് അത് മാത്രം യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ചില സമയത്ത് ചിലവർ പറയും, അതായത് എൻ്റെ ഓയിലി സ്കിന്നാണ്, അല്ലെങ്കിൽ എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മളതും അതാണ് അല്ലേ. അപ്പോൾ അവർക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തിട്ടാകുമ്പോൾ റിസൾട്ട് ഉണ്ടായി. നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ കാണുമല്ലോ, അപ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടായി. അതുകൊണ്ട് നമുക്കും റിസൾട്ട് ഉണ്ടാവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കാണാണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, നമ്മളെ സ്കിന്നിൻ്റെ പ്രശ്നമാണെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ എല്ലാം അങ്ങനെ വിശ്വസിച്ചിട്ടൊന്നും നമുക്ക് പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ജെന്യൂൻ ആയിട്ട് റിവ്യൂസ് കൊടുക്കുന്നവരുണ്ട്. എല്ലാവരും അങ്ങനെയെന്നല്ല, പക്ഷെ അധികവും ഈ ഒരു പ്രൊമോഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യുന്നവരായിരിക്കും അധികം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് നിങ്ങളതായിട്ടുള്ള രീതിയിൽ ഒരു റിസർച്ച് ചെയ്യുക. അതായത് നിങ്ങളെ സ്കിന്നിന് അത് സ്യൂട്ട് ആവുമോ, നിങ്ങൾക്കത് മാച്ച് ആവുമോ, അതിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ആ ഇൻഗ്രീഡിയൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ചെറുതായിട്ട്, വലിയ രീതിയിൽ അല്ലെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റിസർച്ച് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ChatGPTയിൽ ഇട്ട് കൊടുത്താൽ ChatGPT തന്നെ നമുക്ക് ലൈക്ക് ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്, അതൊക്കെ നമ്മളെ മുഖത്തിന് നല്ലതാണോ, കെമിക്കലാണോ, ഡേഞ്ചറാണോ എന്നുള്ളതൊക്കെ ChatGPT തന്നെ പറഞ്ഞു. അതല്ലാണ്ട് ഇപ്പം നമ്മൾ ഏത് സൈറ്റിൽ നിന്നാണോ വാങ്ങിക്കുന്നത്, ഇപ്പം നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും ഇപ്പോൾ ഒരു സെറ ആണെങ്കിൽ നമ്മളിപ്പോൾ നൈക്കയിലാണ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ആമസോണിലാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി വാങ്ങിച്ചവരുടെ റിവ്യൂ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും താഴേക്ക് പോയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു റിവ്യൂ എടുത്ത് വായിച്ചു നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കുറേ കമൻറ്റ്സ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൽ മിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ടാവും. അതായത് എൻ്റെത് ഓയിലി സ്കിന്നാണ്, എനിക്കിത് വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇത് നല്ല വർക്ക് ആവും എന്നുള്ളത് നിങ്ങൾക്ക് ചില സമയത്ത് നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് ആ ഒരു റിവ്യൂ സെക്ഷനിൽ നിന്ന് കിട്ടും. അപ്പോൾ അതെന്തായാലും ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പം നിങ്ങൾ ഏത് വാങ്ങിക്കുന്ന നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുന്ന ഏതെങ്കിലും ഒരു ആപ്പ് ആണെങ്കിൽ അധികം അതിൻ്റെ റിവ്യൂസ് അതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും വാങ്ങിക്കുന്നതിന് മുമ്പ് അതും കൂടി നോക്കാം.
ട്രെൻഡ്സ് ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും പ്രൊഡക്ട്സ് മാറ്റി മാറ്റി ഉണ്ടായിനി. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരാഴ്ചയായിരിക്കും മാക്സിമം. അപ്പോൾ ആ ട്രെൻഡ് കഴിയുമ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റ് ആയിരിക്കും ട്രെൻഡിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ ആഴ്ച ഇങ്ങനെ പ്രൊഡക്റ്റ് മാറ്റി മാറ്റി യൂസ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെ സ്കിന്നിനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഈ കൺഫ്യൂഷൻ കാരണം നമ്മളെ സ്കിന്ന് ഇറിറ്റേറ്റ് ആവുന്നതല്ലാണ്ട് നല്ലതൊന്നും വരാനില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ സ്കിന്നിന് ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മിനിമം ഒരു 1 month ടൈം നമ്മൾ സ്കിന്നിന് കൊടുക്കുക. അതായത് നമുക്കിപ്പോൾ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്, ഇതിപ്പോൾ വേറെ ഡാമേജ് ഒന്നും ഇല്ല, വേറെ ദോഷമൊന്നും ചെയ്യുന്നില്ല, വേറെ ഹാമൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിന് അതൊരു 4 ആഴ്ചയെങ്കിലും അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും സ്കിന്നിന് യൂസ് ചെയ്യാൻ തുടങ്ങിയ, സ്കിന്നിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല റിസൾട്ട്, അല്ലെങ്കിൽ നല്ലത് നല്ല ഒരു റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് പ്രൊഡക്റ്റ് മാറ്റിയാൽ നമുക്കൊരു നല്ല റിസൾട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പം നല്ലൊരു സെറായിരിക്കും, നിങ്ങളുടെ മുഖത്തിന് ഭയങ്കര സ്യൂട്ട് ആവുന്ന ഒരു സെറായിരിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഒരാഴ്ച യൂസ് ചെയ്തു, നിങ്ങൾക്ക് റിസൾട്ട് കാണുന്നില്ല, അപ്പം നിങ്ങൾ നിർത്താൻ വേണ്ടി പാടില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റൂ. അപ്പം നമ്മൾ ട്രെൻഡിനനുസരിച്ച് മാറാണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ടൈം കൊടുക്കുക, എന്നാൽ മാത്രമേ റിസൾട്ട് കാണൂ. കാരണം സ്കിൻ കെയർ എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് ടൈം. അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം നമ്മളെ മുഖം പെട്ടെന്ന് ഗ്ലോയിങ് ആവും, അല്ലെങ്കിൽ ആക്നെയൊക്കെ മാറും, ആക്നെ സ്കാർസൊക്കെ മാറില്ല. സ്കിൻ കെയർ എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ എന്തായാലും അതിന് ടൈം എടുക്കും. അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇതേപോലെ കുറേ കാലം നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു, നല്ല വലിയ പിമ്പിൾസ് ആയിരുന്നു മുഖത്ത് ഉണ്ടായിരുന്നത്. ഈ കുരുക്കളല്ല, നല്ല വലിയ ചുവന്ന കുരുക്കളായിരുന്നു എൻ്റെ മുഖത്ത് മുമ്പ് ഉണ്ടായത്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടാകുമ്പോൾ ആ കുരുക്കളൊക്കെ കുറയാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എൻ്റെ സ്ട്രഗിൾസൊക്കെ ഫൈനലി കഴിഞ്ഞു, ഇനിയിപ്പോൾ കുരുവൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ സ്കാർസ് എൻ്റെ മുഖത്ത് വരാൻ വേണ്ടി തുടങ്ങിയത്. അത് കുരുവിനെ പോലെ മുഖത്ത് നല്ല വിസിബിൾ ആയിരുന്നു സ്കാർസ്. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് നിൽക്കുന്ന സമയത്ത് ഒന്നും ചെയ്തില്ല, ചെറിയ ബേസിക് കെയർ മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ആ ആക്നി സ്കാർസും കൂടി ഭയങ്കര ഫേഡായിട്ട് പോയി. പിന്നെയാണ് നമുക്കിങ്ങനെ റിയലൈസേഷൻ വരുന്നത്, അതായത് ഇതൊക്കെ ഒരു നമ്മൾ ആ ഒരു ഏജിൻ്റെ ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഈ കുരുവാണെങ്കിലും സ്കാർസ് ആണെങ്കിലും എന്താണെങ്കിലും അത് ആ ഒരു ഏജിൻ്റെ ഒരു കാര്യമാണ്. അല്ലാണ്ട് മേ ബി അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു ഫാക്ടർ കാരണവും വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പം അതെന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ചിലവർക്ക് ഭയങ്കര ഓയിലി ഫുഡ് കഴിക്കുന്നത് ഭയങ്കര കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഷുഗറി ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഫുഡിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ അതും നമ്മളെ മുഖത്ത് നല്ല വിസിബിൾ ആയിരിക്കും. നമ്മൾക്ക് കുരു വരാനുള്ള ചാൻസസ് കുറയും, അല്ലെങ്കിൽ നമുക്ക് സ്കാർസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം അതിനൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തും റിസൾട്ട് വരും. പിന്നെ ഈ വെള്ളം കുടിക്കുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നത് നമ്മുടെ മുഖത്ത് നല്ല വിസിബിളായിട്ട് കാണാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഫുഡിലും കുറേ മാറ്റങ്ങളൊക്കെ വന്നാൽ നമ്മുടെ മുഖത്തും ആ ചേഞ്ചസ് വരാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ആക്നെ സ്കാർസ് ഉണ്ടെങ്കിൽ അതൊരു പോയിന്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് പോയിക്കോളും. അതല്ലാണ്ട് നിങ്ങൾ ചെറിയ ബേസിക് ആയിട്ടുള്ള കെയർ മാത്രം നമ്മൾ സ്കാർസിന് വേണ്ടി ചെയ്താൽ മതി. ഇപ്പോഴും എനിക്ക് ചില സമയത്ത് പീരീഡ്സ് ഒക്കെ വരുമ്പോൾ കുരു വരാറുണ്ട്. ഇപ്പോഴും ഇവിടെ ഒരു കുരു ഉണ്ട്. അപ്പോൾ ഇത് വന്നാൽ ഇതിൻ്റെ സ്കാർസ് ഇതേപോലെ ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പോകും. അപ്പോൾ ഇപ്പം എനിക്ക് അത്ര വലിയ ടെൻഷനോ അല്ലെങ്കിൽ ഞാനിപ്പോൾ അത് ആലോചിച്ചിട്ട് തല ഉണ്ടാക്കില്ല അങ്ങനെയൊന്നുമില്ല. അത് വരും, അത് പോവും, അത് ഒരു നോർമൽ പ്രോസസ്സാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി നമ്മളത് ആക്സെപ്റ്റ് ചെയ്താൽ അത് വന്ന് പോയിക്കൊള്ളും. പിന്നെ നമ്മളത് തല ചൂടാക്കാനോ അതിൻ്റെ ചെക്ക് ചെയ്യാനോ നിന്നാൽ അത് പിന്നെയും വഷളാവുന്നല്ലാണ്ട് വേറെ ഉപയോഗമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ പാട്ടിന് വിട്ടാൽ അത് വന്ന് പോയിക്കോളും. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അത് പിന്നെയും വഷളായി കുറേ കാലം നിന്ന് കുറച്ചും കൂടി കൂടുതൽ വരാനേ ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് വരും പോവും. നമ്മളെ ഫുഡിൽ കുറച്ച് കൺട്രോൾ ചെയ്യുക, ബേസിക് സ്കിൻ കെയർ ചെയ്യാം, അത്ര മാത്രമേ നമുക്ക് ചെയ്യാം, അത്ര മാത്രമേ നമ്മൾ ചെയ്യണ്ടൂ. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഞാൻ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതിന് ശേഷം എൻ്റെ മുഖത്ത് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ചേഞ്ചസ് ഉണ്ട്. ഇപ്പം തന്നെ ഞാൻ പെട്ടെന്ന് ഇപ്പം നമുക്കെപ്പോഴും ഒരു ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടാവില്ലേ. ഞാൻ എപ്പോഴും ഇന്ന പ്രൊഡക്റ്റ് എന്നല്ല പറയുന്നത്, പക്ഷെ ഞാൻ മുമ്പും ഒരു 2-3 സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനിലേക്ക് ഞാൻ എത്തിയത്. അപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇപ്പം ഞാനിത് പറയുന്നതിന് മുമ്പേ അവർക്ക് ഗസ് ചെയ്തിട്ടുണ്ടാവും ഏതാ സൺസ്ക്രീൻ എന്നുള്ളത്. ഇപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു
ലിക്വിഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സൺസ്ക്രീനാണ്. ഇത് ഞാൻ കുറേ കാലമായി യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു ആഡോ അങ്ങനെ ഒന്നുമല്ല. ഇത് ഞാൻ ജെന്യൂൻലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഇതല്ലാണ്ട് ഞാൻ മുമ്പ് ഡേംഡോക്കിൻ്റെയും ന്യൂട്രിജീനൻ്റെ ഒക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൊഡക്റ്റ് വൈസ് നല്ല പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എൻ്റെതൊരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ മുഖം ഭയങ്കര ഗ്രീസി ആക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അതല്ലാണ്ട് ഡെർമാക്കോൻ്റെ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ മുഖം ഭയങ്കര കുറച്ചും കൂടി ഓയിലി ആവുന്നുണ്ട്, ഭയങ്കര സ്വെറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടും യൂസ് ചെയ്ത് നിർത്തിയിട്ട് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. മിനിമലിസ്റ്റിന് തന്നെ 2-3 റേഞ്ചസ് ഉണ്ട്. അതിലൊരു അവരെ നോർമൽ റേഞ്ച് എനിക്ക് ഇതേപോലെ ഭയങ്കര ഓയിലി ആക്കുന്നുണ്ട് എൻ്റെ സ്കിന്നെ. പക്ഷേ ഇതെന്ന് പറയുന്നത് ലിക്വിഡ് ഫ്ലൂയിഡ്, മിനിമലിസ്റ്റിൻ്റെ ലിക്വിഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു സൺസ്ക്രീനാണ്. അത് യൂസ് ചെയ്താൽ നമ്മുടെ മുഖം അങ്ങനെ ഓയിൽ ആക്കിയില്ല, പക്ഷെ ഒരു നാച്ചുറൽ ഗ്ലോ നമുക്ക് തരും. എനിക്ക് ആ ഒരു നാച്ചുറൽ ഗ്ലോ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അതല്ലാണ്ട് മാറ്റ് സൺസ്ക്രീൻസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നിങ്ങൾ ചെറുതായിട്ടൊന്ന് റിസർച്ച് ചെയ്യുക. പിന്നെ എപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് ആദ്യം തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു 2-3 സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് നമുക്ക് ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുക. ഇപ്പോൾ സൺസ്ക്രീൻ എന്നല്ല, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഞാൻ സൺസ്ക്രീൻ റെഗുലറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ആക്നെ മാർക്സും ഒക്കെ ഫെയ്ഡ് ആവാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ അതും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് നിങ്ങളെ ബേസിക് സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സോ ഡോണ്ട് സ്കിപ്പ്. അപ്പോൾ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ വേണമെന്നുള്ളവർക്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്യാം. ആവശ്യമുള്ളവർ കയറിയിട്ട് വാങ്ങിക്കുക. ഇതൊരു പ്രമോഷനോ ആഡോ കൊളാബോ അങ്ങനെയൊന്നുമല്ല. എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുഖത്ത് ഭയങ്കര കുരുക്കളായിരുന്നു. ഒരു കാലത്ത് ഭയങ്കര കുരുക്കളായിരുന്നു. കുരുക്കൾ കാരണം ഇങ്ങനെ മുഖം ചുവന്ന് ചുകച്ചുകാന്നിരിക്കുന്ന ഒരു സമയം എനിക്കുണ്ടായിനി. പക്ഷെ ആ സമയത്തും ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടായിനി. ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ബേസിക് സ്കിൻ കെയർ എന്ന് പറയുന്നതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിനി. അതിലൊന്നാണ് കോസ്റെക്സിൻ്റെ സ്നെയിൽ മ്യൂസിയം. അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിനി. അതല്ലാണ്ട് നിയാസിനമൈഡ് സെറം, എനിക്ക് തോന്നുന്നു പ്ലമ്മിൻ്റെയോ മിനിമലിസ്റ്റിൻ്റെയോ ആണ് നിയാസിനമൈഡ് ഞാൻ യൂസ് ചെയ്തത്. അതല്ലാണ്ട് ഞാൻ ന്യൂട്രിജീനൻ്റെ മോയ്സ്ചറൈസറും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിനി. അല്ലാണ്ട് പിന്നെ മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ഫേസ് വാഷ്, അങ്ങനെ 2-3 പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിനി. പക്ഷെ ഇപ്പം ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ മുഖം ഇപ്പോൾ ക്ലിയറായി. അതാണ് വേറൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പം നിങ്ങൾക്ക് മുഖത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പം നിങ്ങളെ മുഖം ഭയങ്കര ഡ്രൈ ആണ്. അപ്പം നിങ്ങൾ ആ ഡ്രൈനെസ് മാറാനില്ലേ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ആ ഡ്രൈനെസ് നിങ്ങൾക്ക് പോയി നിങ്ങളെ മുഖം ഓക്കെ ആയിരുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് പിന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പേഴ്സണലി ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്ത ഒരാളാണ്. കാരണം എൻ്റെത് ഓൾറെഡി ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്താൽ മുഖം ഭയങ്കര ഹെവി ആയി തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പകൽ സൺസ്ക്രീൻ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. പക്ഷെ ഇപ്പോൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട് രാത്രി ആകുമ്പോൾ ഫേസ് വാഷ് ഇട്ടതിന് ശേഷം എൻ്റെ മുഖം ഡ്രൈ ആവുന്നത് പോലെ തോന്നിയുണ്ട് ഞാൻ മിനിമലിസ്റ്റിൻ്റെ ഒരു മാരില ഓയിൽ എന്ന് പറഞ്ഞൊരു മോയ്സ്ചറൈസർ ഞാൻ എൻ്റെ മുഖം ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ പ്രശ്നം എന്താണോ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയി എന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ ആ ഒരു പ്രൊഡക്റ്റ് നമ്മളെ മുഖത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ ഒരാൾക്ക് ഓരോ അഭിപ്രായമായിരിക്കും. പക്ഷെ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം എന്തിനാണ് വെറുതെ അത്രയും കെമിക്കൽ നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന, ആ ഒരു പ്രോബ്ലം സോൾവ് ആയില്ലേ. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ സ്കിൻ അല്ലെങ്കിൽ ആക്നെ മാർക്സ് പോകാൻ വേണ്ടി യൂസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും ഇതേപോലെ വർക്ക് ആവണമെന്നില്ല. ചിലവർക്ക് ഇതൊക്കെ വർക്കാവും, ചിലവർക്ക് ഇതൊന്നും യൂസ് ചെയ്യാണ്ടും ഓക്കെ ആവും. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു 40% മാത്രമേ എൻ്റെ ആക്നെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഞാൻ എൻ്റെ ഫുഡിൽ വരുത്തിയ മാറ്റം, പിന്നെ ഫുഡിൽ വരുത്തിയ മാറ്റം, വെള്ളം കുടിക്കാൻ വേണ്ടി തുടങ്ങി, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് എൻ്റെ ഒരു സ്കിന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇപ്പോൾ മേക്കപ്പിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാനൊരു വലിയൊരു മേക്കപ്പ് ഫാനൊന്നുമല്ല. എനിക്കങ്ങനെ ഹെവി മേക്കപ്പ് ഇടുന്നതും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. ഇപ്പോൾ വല്ലപ്പോഴും എവിടെയെങ്കിലും നോർമലി പോകുന്നതാണെങ്കിൽ ഒരു ഐലൈനറോ ഒരു ലിപ്സ്റ്റിക്കോ ആയിരിക്കും. അല്ലാണ്ട് ചിലപ്പോൾ ബ്ലഷ് ഇട്ട് കൊടുക്കും. അതല്ലാണ്ട് ഇപ്പോൾ ഒരു പരിപാടിക്ക് ഒരു ഫംഗ്ഷന് പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ ലിപ്സ്റ്റിക്കും കണ്ണും ബ്ലഷും, അതല്ലാണ്ട് മസ്കാരയും ഐ ഷാഡോവും ഇടാനുള്ള ചാൻസസ് കുറച്ചുണ്ട്. അതല്ലാണ്ട് എപ്പോഴും എനിക്ക് മിനിമലായിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. കൺസീലറും ഫൗണ്ടേഷനും ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല.
പക്ഷേ എനിക്കത് യൂസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനൊരു നല്ല ഫൗണ്ടേഷനും കൺസീലറിൻ്റെ ബ്രാൻഡ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഏതാ നല്ലതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. അതല്ലാണ്ട് ഞാൻ അങ്ങനെ ഹെവി മേക്കപ്പിൻ്റെ ഫാനല്ല. അതേപോലെ തന്നെ നമ്മൾ ഭയങ്കര ചീപ്പായിട്ടുള്ള വില കുറഞ്ഞ പ്രൊഡക്ട്സ് വാങ്ങി നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്തതിന് പകരം ഒന്നിക്കിൽ അപ്ലൈ ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി വില കൂടിയ നല്ലൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് നോക്കി വാങ്ങിക്കുക. അതായത് നമ്മളെ സ്കിന്നിന് അധികം ഡാമേജ് ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു കാര്യം നോക്കി വാങ്ങിക്കുക. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഇടുന്നുണ്ട്, ഹെവി മേക്കപ്പ് ഇടുന്നുണ്ട് നല്ലതാണവരാണെങ്കിൽ എന്തായാലും അതിനനുസരിച്ചുള്ളൊരു സ്കിൻ കെയറും കൂടി ചെയ്യുക. പക്ഷേ എപ്പോഴും ഒരു ഹെവി മേക്കപ്പ് അല്ലെങ്കിൽ മേക്കപ്പ് ഇടേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമുക്കൊരു പരിപാടി ഉണ്ടെങ്കിൽ ഇടുന്നത് ഓക്കെ, അതല്ലാണ്ട് നോർമലി നമ്മൾ മേക്കപ്പ് നോർമൽ മേക്കപ്പ് അല്ലാണ്ട് ഭയങ്കര ഒരു ഹെവി മേക്കപ്പ് ഡെയിലി ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കൂ. കാരണം നമ്മളെ സ്കിന്ന് ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കേണ്ടത്, അല്ലാണ്ട് നമ്മളെ സ്കിന്നിൽ മേക്കപ്പ് ഇട്ട് കാര്യങ്ങളൊക്കെ മറക്കുന്നതിന് പകരം നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറി നമ്മൾ സ്കിന്നൊന്ന് ഇമ്പ്രൂവ് ചെയ്താലും പിന്നെ നമുക്ക് ഫൗണ്ടേഷൻ്റെയും കൺസീലറിൻ്റെ ആവശ്യമൊന്നും അങ്ങനെ എവറിഡേ ആവശ്യങ്ങളൊന്നും എല്ലാ ദിവസമൊന്നും ആവശ്യം വരില്ല. വല്ലപ്പോഴും എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് ഇടുന്നത് ഓക്കെ, പക്ഷേ ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്നിന് ഡാമേജ് വരുത്തുകയുള്ളൂ. ഇതിന് പകരം നമ്മൾ സ്കിൻ ഇമ്പ്രൂവ് ചെയ്യാം, അതല്ലേ വേണ്ടേ. അപ്പോൾ അതിനാണെങ്കിൽ അധികം പൈസ ചിലവുമില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ മാറ്റം വരുത്തിയാൽ തന്നെ നമ്മളെ മുഖത്ത് നല്ല ചേഞ്ചസ് വരും അല്ലേ. ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ ഞാൻ മുമ്പ് ഫുഡ് എന്താ കഴിച്ചത്, വെള്ളം എത്ര കുടിച്ചു, ഇതിലൊന്നും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടുണ്ടായിട്ടില്ല. കണ്ടുന്നത് ഒക്കെ വാരി കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഷുഗർ ഐറ്റംസ്, ഓയിലി ഐറ്റംസ് വേണ്ടെങ്കിലും കൂടി ഞാൻ കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എനിക്ക് വേണമെങ്കിലും മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. ഞാനിപ്പോൾ ഷുഗർ കട്ടിലല്ല, ഞാനിപ്പോൾ ഓയിലി ഫുഡ് ഇപ്പോഴും കഴിക്കലുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫുഡിൻ്റെ കാര്യത്തിലും ഇതുവരെ ഞാനൊരു കൺട്രോളും വരുത്തിയിട്ടില്ല. എനിക്ക് എന്താണ് തോന്നുന്നത് അതിപ്പോൾ ഞാൻ കഴിക്കലുണ്ട്. ഫുഡിൽ കൺട്രോൾ വരുത്തി എന്നല്ല, പക്ഷേ ഫുഡിൻ്റെ എമൗണ്ടിൽ കുറച്ച് കൺട്രോൾ വരുത്തി. പിന്നെ ഇപ്പം ഞാൻ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നത് ഭയങ്കര കുറഞ്ഞു. ആൻഡ് ഇപ്പം എന്നോട് ആരെങ്കിലും മുട്ടായി വേണോ എന്ന് ചോദിച്ചാലൊന്നും ഞാൻ വേണ്ടാന്നാണ് പറയില്ല. എനിക്ക് പെട്ടെന്നൊരു ഇൻസ്റ്റിങ്ക്റ്റ് പോലെ ഞാൻ റിപ്ലൈ കൊടുക്കും, വേണ്ട. കാരണം എനിക്കിപ്പോൾ കഴിക്കാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അത് കഴിക്കണം എന്ന് തോന്നില്ല. അങ്ങനെയുണ്ട്. അതായത് നമ്മളിപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതല്ല, നമ്മളൊരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആവുന്നതാണത്. അതായത് നമ്മൾ ചോക്ലേറ്റ് തിന്നുന്ന കുറച്ചാൽ അല്ലെങ്കിൽ ഷുഗർ ഇൻടേക്ക് കുറച്ചാൽ നമുക്ക് പിന്നെ ആ സാധനങ്ങളോട് അങ്ങനെ ഒരു മതിപ്പൊന്നും ഉണ്ടാവില്ല. കിട്ടിയാൽ ഇല്ലെങ്കിൽ പിന്നെ വേണ്ട, പിന്നെ നമുക്കിപ്പോൾ വേണ്ടെന്ന് പറയാൻ വേണ്ടി അറിയും. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ അതേപോലെ ഓയിലി ഫുഡാണെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിലും ഓക്കെ, അല്ലാണ്ട് ഇല്ല എന്നുള്ളൊരു മട്ടിലാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നല്ല മാറ്റം വരുത്താം. പിന്നെ വെള്ളം നല്ലോണം കുടിക്കാം. എത്ര വെള്ളം കുടിക്കുന്നോ അത്ര നമ്മളെ മുഖത്ത് റിസൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതിന് ഒരു കോംപ്രമൈസ് നിങ്ങൾ ചെയ്യരുത്. ഒരു വെള്ളത്തിൻ്റെ കുപ്പി വാങ്ങിക്കുക. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള വെള്ളത്തിൻ്റെ കുപ്പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാലേ നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക. ടംബ്ലർ ആണെങ്കിൽ ടംബ്ലറും വാങ്ങിക്കുക. അതായത് ഈ സ്ട്രോയിലൊരു സാധനമല്ലേ, അത് വാങ്ങിയിട്ടെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. കാരണം വെള്ളം എത്ര കുടിക്കുന്നോ അത്രയും നല്ലത്. പിന്നെ അതേപോലെ സ്കൂളിലും ഓഫീസിലും പോകുന്നവരൊക്കെ ആണെങ്കിൽ വെള്ളം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ടേബിളിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണുന്നിടത്ത് വെക്കുക. അതല്ലാണ്ട് നിങ്ങൾ ബാഗിൽ തന്നെ വെച്ചാൽ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ബാഗിൽ തന്നെ ഉണ്ടാവും, അത് ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് വെള്ളം കൊണ്ടുപോകുന്നവരാണെങ്കിൽ റെഗുലറായിട്ട് കുടിക്കുക, കൊണ്ടുപോകാത്തവരാണെങ്കിൽ കൊണ്ടുപോയിട്ട് കുടിക്കുക. അപ്പോൾ വെള്ളം. പിന്നെ വേറൊരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തുകൊണ്ടുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുരു വന്നാൽ തൊട്ടുകൊണ്ടിരിക്കും ഇങ്ങനെ, അത് ലാസ്റ്റ് പൊട്ടിക്കും. പൊട്ടിച്ചാലാണ് സ്കാർസ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതൽ. അതുകൊണ്ട് തന്നെ മുഖം തൊടുന്നത് കുറക്കുക. ഇപ്പം ഞാൻ തൊട്ടു എന്ന് എനിക്കറിയാം, പക്ഷെ മുഖം തൊടുന്നത് കുറക്കുക. കാരണം നമ്മൾ എന്തൊക്കെയോ സാധനം എടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ കൈ ഭയങ്കര ഡേർട്ടി ആയിരിക്കും, വൃത്തികെട്ട കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് അത് വെച്ച് നമ്മളെ മുഖം തൊടാണ്ടിരിക്കുക. കാരണം ആ ചളി നമ്മളെ മുഖത്താവും, അപ്പോൾ നമ്മളെ മുഖം ഡാമേജ് ആവും. അതുകൊണ്ട് മുഖം തൊടുന്നത് കുറക്കുക, ഇങ്ങനെ എപ്പോഴും തൊട്ടുകൊണ്ടിരിക്കരുത്. പിന്നെ അതേപോലെ കുരു വന്നാൽ ചൊറിഞ്ഞാൽ പൊട്ടിക്കാൻ ശ്രമിക്കരുത്. അത് വന്ന പോലെ പോയാൽ സ്കാർസ് വരുന്നത് ഭയങ്കര കുറവായിരിക്കും.
സ്കാർസ് വരും, പക്ഷേ നിങ്ങൾ കുരു പൊട്ടിച്ചിട്ട് വരുന്ന സ്കാർസ് പോകാൻ ടൈം എടുക്കും. അതുകൊണ്ട് കുരു വന്നാൽ മുഖം തൊടരുത്, കുരു ഇല്ലെങ്കിലും മുഖം തൊടരുത്. മുഖം തൊട്ടാൽ പോയി. നമ്മളെ ഇപ്പോൾ കുരു വരാനും ഇതേപോലെ ഡസ്റ്റും പൊടിയും ചളിയും ഒക്കെ കാരണം ഡാമേജ് വരും. ഡാമേജ് അല്ല, ചളിയൊക്കെ ആയാൽ ക്ലോഗ് ആവും. അപ്പം കുരു പിന്നെയും വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഞാൻ അങ്ങനെയാണ് ഉണ്ടായത്. ഞാൻ കുരു വന്നാൽ എനിക്കിങ്ങനെ ചൊറിയും, ചൊറിഞ്ഞ് പൊട്ടിച്ച് കല വരും, പിന്നെ കല പോവില്ല. അങ്ങനെ ഉണ്ടായത്. ഇപ്പോൾ ഇതൊക്കെ വന്നാൽ വന്നു, അതിൻ്റെ തന്നെ രീതിയിൽ പോയി, പിന്നെ ഞാൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് മുഖം തൊട്ടോണ്ടിരിക്കരുത്. മുഖം തൊടുന്നത് അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ മുഖം തൊട്ടോണ്ടിരിക്കുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മുഖമൊക്കെ ഭയങ്കര കൊറിയൻ ഗ്ലാസി അല്ലെങ്കിൽ ഗ്ലോസി സ്കിന്നായിരിക്കും. ഒന്നും ഉണ്ടാവില്ല, ഒരു സ്കാർസ് ഒരു ആക്നി പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അതാണ് നല്ലത്, അല്ലെങ്കിൽ അതാണ് നോർമൽ എന്ന്. അതല്ല നോർമൽ. ഈ കൊറിയൻ ഗ്ലാസ് സ്കിന്നൊക്കെ നല്ലതാണ്, പക്ഷെ നമ്മളൊരു ഇന്ത്യൻ ക്ലൈമറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഹ്യൂമിഡിറ്റിയിൽ നമുക്ക് അങ്ങനെ വലിയൊരു ഗ്ലാസ് സ്കിന്നൊന്നും കൊറിയക്കാരെ പോലെ ഒന്നും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റൂല. പിന്നെ മുഖത്ത് ആഗ്നയും സ്കാർസും ചെറിയ ബംസും പോസും ഒക്കെ വരുന്നത് ഭയങ്കര നോർമലാണ്. അതേപോലെ പിഗ്മെന്റേഷൻ വരുന്നതൊക്കെ ഭയങ്കര നോർമലാണ്. അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇതൊന്നും ഇല്ലാത്ത സ്കിന്നാണ് പെർഫെക്റ്റ് സ്കിന്ന് എന്നൊന്നും ഇല്ല. ഇതൊക്കെ ഉള്ളതും പെർഫെക്റ്റ് സ്കിന്നാണ്. നിങ്ങളെ മുഖം പെർഫെക്റ്റ് ആക്കാനല്ല, ഹെൽത്തി ആക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് കുറേ പ്രൊഡക്ട്സ് വാരി വലിച്ച് ഉള്ള കലകളൊക്കെ പോകുന്നതിന് പകരം നമ്മൾ നല്ല നല്ല ഫുഡൊക്കെ കഴിച്ച് ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മളെ മുഖവും നമ്മളെ ബോഡിയൊക്കെ ഒന്ന് ഹെൽത്തി ആവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ എത്രത്തോളം ഹെൽത്തി ആവുന്നോ അത്രത്തോളം നമ്മളെ മുഖം ക്ലിയർ ആവും, പെർഫെക്റ്റ് ആവും. അപ്പോൾ എന്താ, പെർഫെക്റ്റ് അല്ല, നിങ്ങൾ പെർഫെക്ഷൻ അല്ല നോക്കേണ്ടത്, ഹെൽത്തി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ഹെൽത്തി ആയാൽ നിങ്ങളെ മുഖവും ഹെൽത്തി ആവും, നിങ്ങളെ പ്രോബ്ലംസും സോൾവ് ആവും. പെർഫെക്റ്റ് എന്നുള്ളൊരു കാര്യം ഭയങ്കര ടെമ്പററി ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആക്നെ സ്കാർസ് ഉണ്ട്, അപ്പോൾ നമ്മൾ കുറച്ച് കാലം സെറം അപ്ലൈ ചെയ്തു, സെറം അപ്ലൈ ചെയ്താൽ അത് പോയി, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വരും, അപ്പോൾ പിന്നെ സെറം അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പററി ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്, പെർമനൻ്റ് ആയിട്ടുള്ളൊന്നുമല്ല. പകരം ഇപ്പോൾ കുരു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കുരു വരുന്നത്. അപ്പോൾ ഓയിലി ഫുഡ് കഴിക്കുന്നത് കുറക്കാം, അപ്പോൾ കുരു വരുന്നതും കുറയും. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ പെർഫെക്ഷനിസം അല്ലെങ്കിൽ പെർഫെക്റ്റ് ആവണം എന്നല്ല ഫോക്കസ് ചെയ്യേണ്ടത്, പകരം ഹെൽത്തി ആവുക എന്നുള്ളതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, സ്കിൻ കെയർ എന്ന് പറയുന്നത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. സ്കിൻ കെയർ എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതെന്തായാലും ടൈം എടുക്കും. നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സ്കിന്നിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാൻ വേണ്ടി തുടങ്ങാം. പിന്നെ നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ അത് അങ്ങനെ സ്നേഹിക്കാം. സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ കുറച്ചും കൂടി ഒബ്സർവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാലാണ് നിങ്ങളെ സ്കിന്ന്, മുഖം അല്ലെങ്കിൽ ആക്നെയൊക്കെ പോവുക അല്ലെങ്കിൽ പിമ്പിൾസൊക്കെ പോവുക എന്നുള്ളത്. അപ്പോൾ സ്കിന്നിനെ മനസ്സിലാക്കാം. പിന്നെ എല്ലാ സ്കിന്നും ഒരേപോലെ അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതായത് ചിലപ്പോൾ ഓയിലി സ്കിൻ തന്നെയായിരിക്കും, സ്കാർസും ഉണ്ടാവും, പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും, എല്ലാം നിങ്ങളെ പോലെ ആയിരിക്കും. പക്ഷേ അവർക്ക് യൂസ് ചെയ്ത പ്രൊഡക്റ്റ് അത് നിങ്ങൾക്ക് വർക്കാവണമെന്നില്ല. അതല്ലാണ്ട് വേറെ പല കാരണങ്ങളും കൊണ്ടും മാറിപ്പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നതിന് മുമ്പ് കുറേ പ്രാവശ്യം ചിന്തിക്കുക. ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളെ സ്കിൻ കെയറുമായിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഫേസ് ആണ്. ഈ ഫേസ് കടന്നു കഴിഞ്ഞ് നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾ സ്കിന്നിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. അതിന് നിങ്ങൾക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് ഭയങ്കര നോർമലാണ്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ ഒരു ഫേസിലൂടെ കടന്നു പോയവരായിരിക്കും. അപ്പോൾ അതിപ്പോൾ നിങ്ങൾ ആരോട് ചോദിച്ചാലും എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടായിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ഞാൻ പേഴ്സണലി കാണുന്ന ഒരു കാര്യമാണ്, ഞാനിപ്പോൾ അങ്ങനെ പറയുന്നതല്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് ചിലതിൽ കമൻറ്റ്സ് വരാറുണ്ട്, ഞാൻ 4ാം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലാണ്, എനിക്ക് ഭയങ്കര പിഗ്മെൻറ്റേഷനാണ്, അല്ലെങ്കിൽ എനിക്ക് പോർസ് ഉണ്ട്, എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ്സ്. ഞാൻ 5ാം ക്ലാസ്സിൽ ഉണ്ടാവുമ്പോൾ ഈ പോർസ് എന്താണോ അല്ലെങ്കിൽ ആക്നി എന്താണെന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് എന്താണെന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്കത് ആലോചിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ കുറേ കാര്യം നമുക്ക് അറിയുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണിത്.
പിന്നെ 5ാം ക്ലാസ് 6ാം ക്ലാസ് എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് ഇത്രയും സെറം അല്ലെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങളൊന്നും അത്ര ചിന്തിക്കേണ്ട ഒരു ഏജ് ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ബേസിക് സ്കിൻ കെയർ എന്ന് പറയുന്നത് ഓക്കെ, നിങ്ങൾ ഈ ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ പോർസ്, ഇതൊന്നും പിഗ്മെൻറ്റേഷൻ, ഇതൊന്നും അതായത് നമ്മളിപ്പോൾ ഇതൊന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ചില സെറം അല്ലെങ്കിൽ യൂസ് ചെയ്യാനൊക്കെ അതിനവർ ഇന്ന ഏജ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സെറം യൂസ് ചെയ്തുകൂടൂ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുക, അത് മാത്രം ചെയ്യാം ഇപ്പോൾ ചെറിയൊരു ഏജിൽ. അതായത് ഒരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ. ഈവൻ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു വയസ്സിലും ഞാൻ ആകെ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ എന്ന് പറയുന്നത് ഫേസ് വാഷ്, ഞാൻ യൂസ് ചെയ്യുന്ന സിമ്പിളിൻ്റെ ഫേസ് വാഷ്, മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ, പിന്നെ വല്ലപ്പോഴും മിനിമലിസ്റ്റിന് തന്നെ ഒരു മൈറൽ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസർ. ഈ 3 മാത്രമേ ഞാൻ എൻ്റെ മുഖത്ത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ വെറുതെ നമ്മളിപ്പോൾ ഓരോരോ പ്രശ്നം ഉണ്ടെന്ന് ആലോചിക്കാൻ വേണ്ടി തുടങ്ങിയാൽ എന്തായാലും നമുക്ക് ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിന് ടൈം കൊടുക്കുക. ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് തന്നാലെ പോയിക്കോളും. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുക. അല്ലാണ്ട് ഇപ്പോഴേ കാര്യത്തിൽ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ബ്ലാക്ക് ഹെഡ്സിനും പോർസിനും ഒക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ മുഖത്ത് നിങ്ങൾ കെമിക്കൽസ് യൂസ് ചെയ്യാണ് അത്രയും ചെറിയൊരു ഏജിലല്ലേ. അപ്പം നിങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നിങ്ങളെ മുഖത്തേക്ക് വരുന്ന ഡാമേജിൻ്റെ ഒരു ആഘാതം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിന് പകരം സമയമാകുമ്പം, അതായത് ഓരോരോ പ്രൊഡക്റ്റും യൂസ് ചെയ്യേണ്ട ഓരോരോ സമയമുണ്ട്. അതായത് ഇത്ര ഏജ് വരെ ഫേസ് വാഷ്, ഇത്ര ഏജിന് ശേഷം സെറം, അല്ലെങ്കിൽ ഇത്ര ഏജിന് ശേഷം ഇന്ന ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെ ഇന്ന പ്രൊഡക്റ്റ് എന്നൊക്കെ ഉള്ളത് ആ ഒരു ഏജ് കഴിയുമ്പോൾ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയാൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. അതേപോലെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ട് അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ വീഡിയോസ് കാണുന്ന ബാക്കിയുള്ളവർക്കും നിങ്ങളെ കമൻറ്റ്സ് വായിച്ചാൽ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. നമ്മളെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.